Hi friends, എല്ലാവർക്കും ഈസി മാത്സ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനീഷാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് മൂന്നക്ക സംഖ്യയുടെ വർഗ്ഗം കണ്ടുപിടിക്കുന്ന മെത്തേഡുമായിട്ടാണ്. മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടക്ക സംഖ്യയുടെ വർഗ്ഗം, അതുമാതിരി ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുടെയും അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെയും പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെയും വർഗ്ഗം ഞാൻ കാണുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് മൂന്നക്ക സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡാണ്. ഈസി ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഏത് മൂന്നക്ക സംഖ്യ തന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് വർഗ്ഗം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് LDCയുടെ ടോപ്പിക്കുകളും LDCയിലെ മാർക്ക് വന്നിട്ടുണ്ട്, സിലബസ് വന്നിട്ടുണ്ട്. അതുപോലെ മാത്സിന് മുൻതൂക്കം കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മൂന്നക്ക സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ രണ്ടക്ക സംഖ്യയുടെ വർഗ്ഗം കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അതുമായിട്ട് സാമ്യമുള്ള ഒരു മെത്തേഡ് തന്നെയാണ് മൂന്നക്ക സംഖ്യയുടെയും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു നമ്പർ എടുക്കുന്നു, 312 എന്ന ഒരു നമ്പർ എടുക്കുന്നു. ഇതിൽ ചെയ്യേണ്ടത് രണ്ടക്ക സംഖ്യയിൽ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഒന്ന് പാർട്ടാക്കുന്നു. ആ ലെഫ്റ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള 3 എടുക്കുന്നു, റൈറ്റിൽ ബാലൻസ് ഉള്ള പാർട്ടുകൾ 2 കൊടുക്കുന്നു, 2 നമ്പറും 12 കൊടുക്കുന്നു. ഇനി ആൻസറിൽ ചെയ്യേണ്ട കാര്യം 3 പാർട്ടാക്കുന്നു. ആൻസറിലേക്ക് 3 പാർട്ടാക്കുന്നു. ഓരോ പാർട്ടിലും 2 സംഖ്യകൾ 2 ഡിജിറ്റ് വരെ കൊടുക്കാൻ പറ്റും. ഓരോ ഇതിലേക്കും 2 ഡിജിറ്റ് വരെയാണ് നമ്മൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ 12ൻ്റെ സ്ക്വയർ എടുക്കുക. ആദ്യം നമ്മളിന്ന് റൈറ്റിലുള്ള പാർട്ടിൻ്റെ 12 അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. 12ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 12 × 12 144ആണ്. ആ 144ൽ 44 എഴുതുന്നു. 1 ബാലൻസായ അടുത്ത കോളത്തിലേക്ക് കൊടുക്കുന്നു, രണ്ടാമത്തെ പാർട്ടിലേക്ക് കൊടുക്കുന്നു. ഇനി ലെഫ്റ്റ് പാർട്ട് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് 3ൻ്റെ സ്ക്വയർ എടുക്കുക. 3 9ആണ്, അത് 9 എഴുതുന്നു. ഇനി മിഡിൽ പാർട്ടായ പോർഷനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണോ ലെഫ്റ്റും റൈറ്റും എടുത്തിരിക്കുന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 ലെഫ്റ്റും റൈറ്റ് 12 എടുത്തിരിക്കുന്നത്, അതുപോലെ ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ ലെഫ്റ്റും റൈറ്റും ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിന് 2 കൊണ്ട് ഗുണിക്കുന്നു. രണ്ടക്ക സംഖ്യേൻ്റെ ചെയ്തതിൽ അതേ മെത്തേഡ് തന്നെയാണ്. ഇതിലാകെയുള്ള വ്യത്യാസം 2 ഡിജിറ്റ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 × 12 ചെയ്ത് കഴിഞ്ഞാൽ 36 കിട്ടുന്നു. 36 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72 കിട്ടുന്നു. ആ 72-നോട് അവിടെ ഒരു ബാലൻസ് ഒരു 1 ഉണ്ട്, അത് പ്ലസ് ചെയ്യുക. അപ്പോൾ ആ പ്ലസ് ചെയ്ത് 73 എന്ന് വരും. ഓക്കെ, അപ്പോൾ 312ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 97,344 വരുന്നത്. ഇനി അടുത്തൊരു നമ്പർ നോക്കാം. 405 എടുക്കുന്നു. 405ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഒന്ന് പാർട്ടാക്കുന്നു. ലെഫ്റ്റിലേക്ക് 4 എടുക്കുന്നു, റൈറ്റിലേക്ക് ബാലൻസ് ഉള്ള 2 എടുക്കുന്നു. ആ 2 സംഖ്യകൾ 0 5 എടുക്കുന്നു. ഇനി ചെയ്യേണ്ടത് മുമ്പിൽ പറഞ്ഞ അതേ ഇതുപോലെ മെത്തേഡ് തന്നെയാണ്. 0 5ൻ്റെ വർഗ്ഗം കണ്ടുപിടിക്കുക. 0 5 × 0 നമ്മൾക്ക് സംഖ്യയുടെ ബാക്കിലായതുകൊണ്ട് എന്തില്ല, 0ന് വിലയില്ല. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എടുക്കുന്നു. 5 25 എന്ന് എടുക്കുന്നു. ആ 25 എഴുതുന്നു. ഇനി ലെഫ്റ്റ് സൈഡുള്ളത് 4ൻ്റെ സ്ക്വയർ, 4 × 4 16 എന്ന് എടുക്കുന്നു. 16 എഴുതി. അടുത്ത ചെയ്യേണ്ട കാര്യം മിഡിൽ പാർട്ടാണ്. ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും ഗുണിക്കുക, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 4 × 5 4 20, 20 × 2 40 എന്ന് വരും. ആ 40 എഴുതുക. 405ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1,64,025 ഇനി അടുത്തൊരു നമ്പർ നോക്കാം. 518. നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സംഖ്യനെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റും റൈറ്റും ആക്കുന്നു. 18 റൈറ്റിലേക്കും ലെഫ്റ്റിലേക്ക് 5 കൊടുക്കുന്നു. ആദ്യം 18ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. 18ൻ്റെ സ്ക്വയർ 324. അതിൽ 24 നമ്മൾ ആൻസർ പാർട്ടിൽ എഴുതുന്നു. 3 ബാലൻസ് അടുത്ത കോളത്തിലേക്ക് കൊടുക്കുന്നു. ഇനി ലെഫ്റ്റ് എടുക്കുന്നു. ലെഫ്റ്റിൽ നോക്കുമ്പോൾ 5ൻ്റെ സ്ക്വയർ എടുക്കുക. 5 25 എഴുതുന്നു. ഇനി മിഡിൽ പാർട്ട് ചെയ്യുമ്പോൾ 5 × 18 ചെയ്യുക. 5 × 18 90 കിട്ടുന്നു.
90 ഇൻറ്റു 2 ചെയ്യുന്നു, അപ്പോൾ 180 കിട്ടുന്നു. അവിടെ ഒരു ബാലൻസ് ഒരു 3 ഉണ്ട്, ആ 3 പ്ലസ് ചെയ്യുന്നു. 180 പ്ലസ് 3 183. 183 83 എഴുതുന്നു. 83 മിഡിൽ പാർട്ടിൽ എഴുതുന്നു. 1 ബാലൻസ് മൂന്നാമത്തെ ലെഫ്റ്റിൻ്റെ ആ പാർട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ 25 പ്ലസ് 1 വന്നു കഴിഞ്ഞാൽ 26 വരും. ഓക്കെ, നമ്മുടെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ രീതി ഉപയോഗിച്ച് 2 അക്ക സംഖ്യൻ്റെയും 3 അക്ക സംഖ്യൻ്റെയും വർഗ്ഗം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും ഈ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. LDC 2020 സിലബസുകളാണ്. 1 ജനറൽ നോളേജ് 50 മാർക്ക്, 2 മെൻ്റൽ എബിലിറ്റി 20 മാർക്കിന്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിന്, അതുപോലെ മലയാളം 10 മാർക്കിന്. ഇതിൽ നമ്മളുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ മെൻ്റൽ എബിലിറ്റി 20 മാർക്കിനാണ്. അപ്പോൾ അതിൽ നമ്മൾ മുൻവർഷം ചോദ്യ പേപ്പറുകൾ നോക്കിയപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് മാത്സിൽ വരാവുന്ന പാർട്ടുകൾ ഏതൊക്കെയാണ്, പഠിക്കേണ്ട പാർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മെൻ്റൽ എബിലിറ്റിയിലാണ് മാത്സ് എന്ന പാർട്ട് വരുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് ഊന്നൽ കൊടുക്കുന്ന ഭാഗങ്ങൾ സംഖ്യകളും അടിസ്ഥാന കണക്കുകളും, ശരാശരി, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അവയുടെ അനുപാതവും, കൃത്യംഗങ്ങൾ, ഘനരൂപങ്ങളും അവയുടെ ചുറ്റളവും വിസ്തീർണവും എന്നിവയാണ് മാത്സിൽ പഠിക്കേണ്ട വിഷയം.